ഹലോ ചേച്ചി, ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അതിൽ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ 150ാമത്തെ ചിത്രമായി കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് ചേച്ചി സിനിമ? സിനിമ നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് ദിലീപ് എന്ന് പറയുമ്പോൾ ഒരു ജനപ്രിയ നായകനാണ്, ഒരുപാട് കോമഡി, ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും ദിലീപ് എന്ന് പറയുമ്പോൾ ഇന്നൊരു ചേരുവകളുണ്ടായിരിക്കും. മാത്രമല്ല കുട്ടികളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ്. കഥാപാത്രങ്ങളിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ദിലീപ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു, അപ്പം അത്രയും പ്രതീക്ഷിച്ച് നമ്മൾ പോകണ്ട എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ കണ്ടു മൂവി കണ്ടതിൽ ദിലീപ് കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ സ്ഥിരം പാറ്റേൺ തന്നെയാണ്, അതായത് ഒരു മാറ്റവും ഇല്ല. ദിലീപിൻ്റെ നമ്മൾ പറയുന്നത് പോലെ 10 വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള ദിലീപിൻ്റെ അതേ ഒരു സ്റ്റൈല് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഒരു സ്ഥിരം ക്രൂ ഉണ്ടല്ലോ, നമ്മുടെ കുറച്ച് ആൾക്കാർ, അത് ഇതിലും ഉണ്ടെന്നുള്ളത്. പിന്നെ അർത്ഥം അട്ടഹസിച്ച് ചിരിക്കാനുള്ള തമാശയൊന്നും ഇല്ല. അങ്ങനെയാണോ തോന്നിയത്? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതായത് തമാശ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് കണ്ട് ചിരിക്കാം എന്നുള്ളൊരു തമാശയുണ്ട്. അല്ലാണ്ട് നമുക്ക് ഓർത്ത് ചിരിക്കാനുള്ള ഒരു തമാശയോ അങ്ങനെ ഒരു, അതെ, അങ്ങനെ ഒരു മൂവിയല്ല. വൺ ടൈം വാച്ച്. അതെ, അത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 കൺട്രീസിലൊക്കെ കണ്ടില്ലേ, വൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അതേ ഒരു തീം, പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ചേട്ടൻ, കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു പാറ്റേൺ. അതെ, ഇന്ന് അതിന്റെ റിവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ചേച്ചി എടുക്കാനായിട്ട് പോയിരുന്നു. ചേച്ചിക്ക് അതിന്റെ ഒരു അഭിപ്രായം കാണണമെങ്കിൽ ഇതാ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ. ഫാമിലി ആക്ച്വലി അമ്മമാർക്ക് കുറച്ച് ആസ് യൂഷ്വൽ അമ്മമാർക്ക് കുറച്ച് എൻ്റെ അടുത്തിരുന്നവരൊക്കെ നന്നായി എൻജോയ് ഉണ്ടായിരുന്നേ. പിന്നെ അവർ പഴയ സിനിമയുടെ റെഫറൻസ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കോമഡി എനിക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മമാർക്ക് നന്നായി ചിരിക്കാൻ പറ്റുന്നുണ്ട്. ആസ് യൂഷ്വൽ ദിലീപിൻ്റെ ഒരു ജോണറാണ് ഈ പഴയ തരത്തിലുള്ള ഒരു ഊള കോമഡികൾ പറയാറുന്ന ഇറ്റ്സ് ഫൈൻ. അതെ, അതിനൊരു ബ്ലെൻഡിങ് വരുന്നില്ല. അതായത് പുതിയ കാലഘട്ടമായിട്ട് ചിന്തിക്കുന്നില്ല. പണ്ട് എന്തായിരുന്നോ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത്ര അവിടെ നിന്ന് ഇങ്ങോട്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമ ആവറേജ് അത്ര. ചേച്ചി ഈ ക്ലിപ്പിൽ പറയുന്ന കേട്ടില്ലേ, ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു വൺ ടൈം വാച്ചിനുള്ള മൂവിയേ ഉള്ളൂ എന്നാണ് മിക്കവരും പറയുന്നത്. അതിലൊരു പെൺകുട്ടി പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറയുന്നത് ദിലീപ് എപ്പോഴും 10 വർഷങ്ങൾക്ക് പിന്നിൽ നിൽക്കുവാണ്, അവിടുന്ന് ബസ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നതാണ്. ഞാനും അതിൽ പുള്ളി ചില തമാശകൾ അതിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ അന്ന് കണ്ട സിനിമ തിയേറ്ററിലാണ് ഇരിക്കുന്നത്, തോന്നുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ആ ഒരു ഏജ് നമുക്ക് അതിൽ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ മേ ബി എനിക്ക് തോന്നുന്നതാകാം, അല്ലെങ്കിൽ എനിക്ക് ക്യാരക്ടർ കണ്ടില്ല സിനിമ, വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, അതുകൊണ്ട് അതായിരിക്കും ഹെയർ സ്റ്റൈല് മറ്റുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ദിലീപിനെ കുറച്ച് ഏജ് ആയെന്ന്. പക്ഷെ അതിപ്പോൾ അതിൽ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബനാഥൻ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ളതായതുകൊണ്ടാകാം. പക്ഷെ എന്നാലും പിന്നെ അതിൽ ബാക്കി നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറുകളുണ്ട് കേട്ടോ, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുള്ള. പിന്നെ ഒരു പുതുമുഖമാണ് നമ്മുടെ അതിലെ നായിക. പക്ഷെ കണ്ട പറയത്തില്ല കേട്ടോ, പുതുമുഖമാണെന്ന് പറയും. ഇല്ല പറയത്തില്ല, മിടുക്കിയാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് കൊടുത്ത ക്യാരക്ടർ ഒരു 100% നീതി പുലർത്തിയിട്ടുണ്ട്. 100% അല്ലെന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു പെൺകുട്ടി ഫസ്റ്റ് ടൈമിൽ ഒരു ആക്ടിങ് ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഷെയിമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അഭിനയത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷെ ഇത് ചേച്ചി പറഞ്ഞൊരു അഭിപ്രായം തന്നെയായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്കും പറയാനുണ്ടായിരുന്നു. അവരും പറഞ്ഞത് ആ ഒരു പുതുമുഖ നായികയെന്ന് തോന്നുന്നില്ല, അത്രയ്ക്കൊരു എന്താ പറയാ നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. അതായത് റോള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട്. അതുപോലെ തന്നെ ആളുകൾ കുറച്ച് പേര് മഞ്ജു പിള്ളയുടെ റോളിനെ മഞ്ജു പിള്ള നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം മഞ്ജു പിള്ള തികഞ്ഞ ഒരു അഭിനേത്രി തന്നെയാണ്. ഇതിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയൊന്നും വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അതൊക്കെ റിയാലിറ്റിയാണ്. അഭിനയം ഒന്നും പറയാൻ പറ്റൂല. മഞ്ജു പിള്ളയുണ്ട്, നമ്മുടെ ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കരെ നമുക്കറിയാലോ, ആള് തന്നെയാണ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് വന്നേക്കുന്നത്, പക്ഷെ നന്നായിട്ടുണ്ട്. ഇതിലൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു ക്യാരക്ടറുണ്ട്, നമ്മുടെ ഉർവശി. ആള് പൊളിയാണ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു ആരോഗ്യമന്ത്രിയുടെ വേഷത്തിലാണ് എത്തുന്നതെങ്കിലും നന്നായിട്ടുണ്ട്. പറയുന്ന ഓരോ വാക്കും നമ്മൾ മാധ്യമ പ്രവർത്തകർക്കും കൂടെ കൊട്ടുകൊടുക്കുന്നതാണ്. കാരണം വരുന്ന വാർത്തകളെക്കുറിച്ച് നിങ്ങൾ കുറേ നിങ്ങളുടെ ഇമാജിനേഷനൊക്കെ ചേർത്ത് പറയുന്നു, അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നു. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാറില്ല കേട്ടോ, ഒരിക്കലും. കാരണം വാർത്തകൾ സത്യസന്ധമായിട്ട് തേടിയാണ് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ വാർത്തകൾ എത്തിക്കുന്നത്. എന്തായാലും
അപ്പം അത് കാരണം നമ്മൾ പുറത്തോട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വാർത്തകളിൽ കളത്തനം ചേർക്കാറില്ല. സത്യസന്ധമായിട്ട് മറുപടി പറയുന്നു, അത് തന്നെയാണ് ചേർക്കുന്നത്. അല്ലാതെ നമ്മളിതിൽ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഉദ്ദേശിച്ചല്ല അതിൽ പറയുന്നത്. എന്നാലും വാർത്തകൾ, പിന്നെ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അറിയാമല്ലോ, എല്ലാം സോഷ്യൽ മീഡിയയിൽ, അതായത് നമ്മുടെ ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിനെ ഒരു തീമാക്കിയിട്ടാണ്, അതിനെ ഒന്ന് പരിഹസിക്കുന്ന ഒരു രീതിയിലാണ് പരിഹസിക്കുന്ന. അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതായത് ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അപമാനം, അവരുടെ ലൈഫ്, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട്. അതെ അതെ, പ്രധാനം. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇന്ന് എല്ലാം സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടുകയാണ്. തീർച്ചയായിട്ടും ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നില്ല. ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ മൊമെന്റ്സ് ആണെങ്കിൽ പോലും പണ്ടൊക്കെ ഉള്ള ആൾക്കാർ അതൊന്ന് പ്രൈവറ്റ് ആയിട്ട് ഇത് എന്റേത് മാത്രമാണെന്ന് പറഞ്ഞ് സൂക്ഷിക്കാനായിട്ട് ചില കാര്യങ്ങളെങ്കിലും. നമ്മളിപ്പോൾ എല്ലാം നമ്മളങ്ങനെ, എന്നാലും ഒരു ഒതുക്കം പലതിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ലൈഫിൽ അങ്ങനെയൊന്നും ഇല്ല. ഇന്നെല്ലാം സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾക്ക് നമ്മുടെ പ്രൈവസി വിറ്റ് കാശാക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തി. മോശം എന്നല്ല പറയുന്നത്, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാം ഒരു പരിധിക്ക്, അതാണ് നല്ലതെന്നുള്ളത്. ഇതും ഈ സിനിമയിലും കാണിക്കുന്നത് അത് തന്നെയാണ്. ഒരാളിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു കയറി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ ഒരാളിന് ജീവഹാനി സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു അത് വരുന്നുണ്ട്. അതിലൂടെ ആ കുട്ടി പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീമാണ്. നമുക്ക് ഈ ഒരു സിനിമയിലെ ദിലീപിൻ്റെ ഒരു കംബാക്ക് ആയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇല്ല, ദിലീപ് നമ്മൾ കുറേ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് എനിക്ക് ഒരു വളരെ വളരെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അതായത് ദിലീപിൻ്റെ പടം ഇന്ന് കുറച്ച് നാളിന് ശേഷം വരുന്ന ദിലീപിൻ്റെ സിനിമ ആദ്യം കാണണം എന്നുള്ളത്, വെട്ടൊന്നും ഇല്ലാതെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷേ കണ്ടിട്ട് തിയേറ്ററിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഇതാ ഇങ്ങനെയൊക്കെയാണ്. മീൻസ് ചിരിക്കും. പണ്ടത്തെ അറിയാലോ, അങ്ങനെയല്ല. പിന്നെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, കോമഡിയാണ്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോ കാശ് മുടക്കി തിയേറ്ററിൽ ചെന്നാൽ നമുക്ക് ഇല്ല, കാശ് മുടക്കി നഷ്ടം വരത്തില്ല കേട്ടോ. കാശ് മുതലാക്കി പോവാന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞ് വലിയ രീതിയിലൊന്നുമല്ല, ഓക്കെ ഒരു സിനിമ കണ്ട് ഹാപ്പി, അത്രയേ ഉള്ളൂ. വൺ ടൈം വാച്ച്, അത്ര തന്നെയാണ് ദിലീപിനെ കുറിച്ചുള്ളത്. പക്ഷെ ദിലീപിനെ കുറിച്ച് കുറച്ചും കൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചില്ല എന്ന് തന്നെ പറയാം. എന്നാലും കൊള്ളാം കേട്ടോ. സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായമല്ല, സിനിമ നന്നായിട്ടുണ്ട്.